നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്ന 101 കവിതകൾ അടങ്ങിയ സമാഹാരത്തിലെ ഒരു കവിത. അതേക്കുറിച്ചാണ് ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്. മോഹഭംഗം. എല്ലാ മോഹങ്ങളും സബലീകൃതമായാൽ പിന്നെ ജീവിതത്തിന് എന്താണ് അർത്ഥം? അപ്പോൾ മോഹങ്ങളും മോഹഭംഗങ്ങളും ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ടേയിരിക്കും. അത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. അപ്പോൾ അതൊക്കെ നമുക്കുണ്ടാകുന്ന മോഹങ്ങൾ പ്രാപ്തമാക്കാൻ കഴിയാതെ വന്നാലോ നടക്കാതെ വന്നാലോ അതിൽ ഖേദിക്കേണ്ട ഒരു കാര്യവുമില്ല എന്നാണ് എൻ്റെ വിവക്ഷ. നമ്മൾ 100 കാര്യങ്ങൾ മോഹിക്കുമ്പോൾ അത് ചിലപ്പം 10 കാര്യങ്ങളെ നടക്കുള്ളൂ. നമ്മൾ 10 കാര്യങ്ങൾ മോഹിക്കുമ്പോൾ ചിലപ്പം ഒന്നും നടന്നില്ല എന്നും വന്നു ചേരാം. അപ്പോൾ മോഹങ്ങളും മോഹഭംഗങ്ങളും ജീവിതത്തിൻ്റെ കാതലായിട്ടുള്ള മാറ്റങ്ങളിൽ പെടുന്നവയാണ്. നമ്മൾ നേടാൻ കഴിയുന്നതെല്ലാം നമുക്ക് നേടാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വയമായിട്ടൊരു അഹങ്കാരം ഉണ്ടാകും. നമ്മൾ എന്തൊക്കെയാണ്, നമ്മളെന്തോ വലിയ സംഭവമാണെന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. ചെറിയ ചിന്തകൾ പോലും മനസ്സിനെ തല്ലിച്ചതയ്ക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ. ആ അനുഭവങ്ങളിൽ നിന്ന് മോഹങ്ങളും മോഹഭംഗങ്ങളും വന്നു ചേരുമ്പോൾ നിർവികാരമായി കരയാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. പ്രതികാരവാഞ്ചയും പ്രതികാര ചിന്തയൊന്നും എൻ്റെ മനസ്സിൽ ഉടലെടുത്തിട്ടില്ല. മനുഷ്യ മനസ്സാണ് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പ്രതികരിക്കാം. നിങ്ങൾ പറയുന്നതെല്ലാം എനിക്ക് ശരിയാവണമെന്നില്ല, എനിക്ക് പറയുന്നതെല്ലാം നിങ്ങൾക്ക് ശരിയാവണമെന്നില്ല. ഓരോരുത്തരുടെ ചിന്തകൾ ഓരോ തരത്തിലാണ്. ഞാനത് മുൻപും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ മോഹഭംഗം ഉണ്ടാകുമ്പോൾ നമ്മൾ മണ്ണിൽ തലപൂർത്തി ഇരുന്ന് മറ്റാരും കാണുന്നില്ല എന്ന പോലെ ഇരിക്കാതെ അതിന് നൂതനമായിട്ടുള്ള മാർഗങ്ങൾ, ചിന്തകൾ നമ്മൾ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. 100 കണക്കിന് അനുഭവങ്ങൾ, 100 അല്ല 1000 കണക്കിന് അനുഭവങ്ങളാണ്. എങ്കിലും എളുപ്പത്തിൽ പറഞ്ഞതേ ഉള്ളൂ 100 കണക്കിന് അനുഭവങ്ങൾ. ആ അനുഭവങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരുപാട് ഒരുപാട് കാഴ്ചകൾ അല്ലെങ്കിൽ വേദനകൾ നിറഞ്ഞൊരു ജീവിതം എനിക്കുണ്ടായിട്ടുണ്ട്. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ കവിതയും കഥയും ഒക്കെ അവതരിപ്പിച്ചിരിക്കുമ്പോൾ ഈ കഥയില്ലാത്തൊരു ലോകം അല്ലെങ്കിൽ കവിതയില്ലാത്തൊരു ലോകം എനിക്ക് സങ്കല്പാതീതമായിരുന്നു. ഒറ്റയ്ക്ക് ഒരു മുറിയിൽ 4 വർഷക്കാലത്തോളം താമസ അനുഭവങ്ങൾ. ഖത്തറിലെ ഉംസലാൽ അലി എന്നുള്ള ആ സ്ഥലത്തെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പഴയ വീട്, തടിയും ഓലയും കൊണ്ട് തുന്നിച്ചേർത്ത മേൽക്കൂര. ഓരോ മുറികളിൽ ഓരോരുത്തരാണ്. രാവിലെ അവിടെ ഒടിഞ്ഞു തൂങ്ങിയൊരു ഫാനും ഒടിഞ്ഞ് വൃത്തിഹീനമായ സങ്കേതങ്ങളുമൊക്കെയുള്ള ആ ആ ഒരു ചുറ്റുപാടിൽ കഴിയുമ്പോൾ മനസ്സിലുണ്ടായ ഒരുപാട് ചിന്തകൾ, ഒരുപാട് അനുഭവങ്ങൾ, ഇതെല്ലാം നമ്മളെ തൊട്ട് തലോടി പോയിട്ടുണ്ട്. അതാണ് ജീവിതം. അപ്പോൾ മോഹങ്ങളും മോഹഭംഗങ്ങളും നമ്മുടെ മനസ്സിനെ എത്രമാത്രം ത്രസിപ്പിക്കുന്നു എന്നുകൂടി ചിന്തിക്കേണ്ടതാണ്. അതിലെ ഏതാനും വരികൾ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അവതരിപ്പിക്കാം. ഒന്നിങ്ങു വന്നൊരാളിൻ്റെ നൊമ്പരം ഒന്നായി ചേർന്ന് പറയാൻ മോഹം. ഒന്നിങ്ങു വന്നൊരാളിൻ്റെ നൊമ്പരം ഒന്നായി ചേർന്ന് പറയാൻ മോഹം. ഒരു നീണ്ട സ്വപ്നത്തിനൊരു കനൽ കട്ടയായി, ഒരു നീണ്ട സ്വപ്നത്തിനൊരു കനൽ കട്ടയായി നെഞ്ചിലെ നെരിപ്പോടു നീറിയെൻ്റെ
അകനെഞ്ചു പൊട്ടിച്ചിതറിയോരു മോഹം. ഒന്നിങ്ങു വന്നോരാളിൻ്റെ നൊമ്പരം ഒന്നായി ചേർന്ന് പറയാൻ മോഹം. ഒരു നീണ്ട സ്വപ്നത്തിൻ ഒരു കനൽ കട്ടയായി നെഞ്ചിലെ നെരിപ്പോടു നീറിയൻ്റെ അകനെഞ്ചു പൊട്ടിച്ചിതറിയോരു മോഹം. ഒരു പാതിരാവിൻ്റെ നിസ്വനം കേട്ടു മയങ്ങി, ഒരു പാതിരാവിൻ്റെ നിസ്വനം കേട്ടു മയങ്ങി. ഒന്നിങ്ങു വന്നൊരാളിൻ്റെ നൊമ്പരം ഒന്നായി ചേർന്നു പറയാൻ മോഹം. തുടർന്നും കവിതയുടെ ബാക്കി ഭാഗങ്ങൾ, കവിതയും വിഷ്വൽസും നിങ്ങൾ ആസ്വദിക്കുക. ഇവിടെ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം. ഒന്നിങ്ങു വന്നൊരാളിൻ്റെ നൊമ്പരം ഒന്നായി ചേർന്ന് പറയാൻ മോഹം. ഒന്നിങ്ങു വന്നൊരാളിൻ്റെ നൊമ്പരം ഒന്നായി ചേർന്ന് പറയാൻ മോഹം. ഒരു നീണ്ട സ്വപ്നത്തിൻ ഒരു കനൽ കട്ടയായി നെഞ്ചിലെ നെരുപ്പോടു നീറിയൻ്റെ അകനെഞ്ചു പൊട്ടിച്ചിതറിയോരു മോഹം. ഒരു പാതിരാവിൻ്റെ നിസ്വനം കേട്ടു മയങ്ങി. ഒന്നിങ്ങി വന്നൊരാളിൻ്റെ നൊമ്പരം ഒന്നായി ചേർന്ന് പറയാൻ മോഹം. ഒരു നീണ്ട സ്വപ്നത്തിൽ ഒരു കനൽ കട്ടയായി നെഞ്ചിലെ നെരിപ്പോട് നീറിയൻ്റെ അകനെഞ്ചു പൊട്ടി ചിതറിയോരു മോഹം. ഒരു പാതിരാവിൻ്റെ നിസ്വനം കേട്ടു മയങ്ങി. പാടിത്തളർന്നു ഞാൻ പാതിരാവിൽ പക്ഷിക്കൂട്ടമായി. പാടിത്തളർന്നു ഞാൻ പാതിരാവിൽ പക്ഷിക്കൂട്ടമായി പെയ്തിറങ്ങി എന്നരികോട് ചേർന്നു നടന്നു. പാടിത്തളർന്നു ഞാൻ പാതിരാവിൽ പക്ഷിക്കൂട്ടമായി പെയ്തിറങ്ങി എന്നരികോട് ചേർന്നു നടന്നു. എന്തേ പിണക്കമോ എന്തേ മയക്കമോ അകതാൽ കനൽ കെട്ടടങ്ങി. എന്തേ പിണക്കമോ എന്തേ മയക്കമോ അകതാൽ കനൽ കെട്ടടങ്ങി. ഇന്നോ നാളെയോ ഇന്നിൻ്റെ മക്കളോ ഈ ലോക കഥകൾ പറഞ്ഞു. ഇന്നോ നാളെയോ ഇന്നിൻ്റെ മക്കളോ ഈ ലോക കഥകൾ പറഞ്ഞു. നമുക്ക് മാത്രമായി ഈ ലോക കഥകൾ പറഞ്ഞു. ഒന്നിങ്ങു വന്നൊരാളിൻ്റെ നൊമ്പരം ഒന്നായി ചേർന്നു പറയാൻ മോഹം. ഒരു നീണ്ട സ്വപ്നത്തിൽ ഒരു കനൽ കട്ടയായി നെഞ്ചിലെ നെരിപ്പോട് നീറിയൻ്റെ അകനെഞ്ചു പൊട്ടി ചിതറിയോരു മോഹം. ഒരു പാതിരാവിൻ്റെ നിസ്വനം കേട്ടു മയങ്ങി. പാടിത്തളർന്നു ഞാൻ പാതിരാവിൽ പക്ഷിക്കൂട്ടമായി പെയ്തിറങ്ങി എന്നരികോടു ചേർന്നു നടന്നു. എന്തേ പിണക്കമോ എന്തോ മയക്കമോ അകതാൽ കെട്ടടങ്ങി. എന്തേ പിണക്കമോ എന്തോ മയക്കമോ അകതാൽ കെട്ടടങ്ങി. ഇന്നോ നാളെയോ ഇന്നിൻ്റെ മക്കളോ ഈ ലോക കഥകൾ പറഞ്ഞു. നമുക്കു മാത്രമായി ഈ ലോക കഥകൾ പറഞ്ഞു. ഒന്നിങ്ങി വന്നൊരാളിൻ്റെ നൊമ്പരം ഒന്നായി ചേർന്ന് പറയാൻ മോഹം. ഒരു നീണ്ട സ്വപ്നത്തിൻ ഒരു കനൽ കട്ടയായി നെഞ്ചിലെ നെരിപ്പോടു നീറിയൻ്റെ അകനെഞ്ചു പൊട്ടി ചിതറിയോരു മോഹം. ഒരു പാതിരാവിൻ്റെ നിസ്വനം കേട്ടു മയങ്ങി. അകനെഞ്ചു പൊട്ടി ചിതറിയോരു മോഹം. ഒരു പാതിരാവിൻ്റെ നിസ്വനം കേട്ടു മയങ്ങി.
ഒന്നിങ്ങു വന്നൊരാളിൻ്റെ നൊമ്പരം ഒന്നായി ചേർന്ന് പറയാൻ മോഹം. ഒരു നീണ്ട സ്വപ്നത്തിൽ ഒരു കനൽ കട്ടയായി നെഞ്ചിലെ ഞെരിപ്പോടു നേറി എൻ്റെ അകനഞ്ചു പൊട്ടിച്ചിതറിയൊരു മോഹം. ഒരു പാതിരാവിൻ്റെ നിസ്വനം കേട്ടുമയങ്ങി. ഒരു പാതിരാവിൻ്റെ നിസ്വനം കേട്ടുമയങ്ങി. ഒരു പാതിരാവിൻ്റെ നിസ്വനം കേട്ടുമയങ്ങി.